സാവി, നീ ഇനി ഞാൻ പറയുന്ന ഒരു ഓഫീസിലേക്ക് പോണ്ട. ടേക്ക് എ ബ്രേക്ക്. എന്താ സർ, എന്താ കാര്യം? കാര്യമുണ്ടോ? ജോലി തുടങ്ങാൻ സമയമായി. നീ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. എപ്പോഴും പ്രേമിന്റെ പുറകെ ഉണ്ടാവണം. എങ്ങനെ, എവിടെ വെച്ച്, ഇറ്റ്സ് യുവർ കോൾ. പക്ഷേ സമയം അത് ഞാൻ പറയും. ഇറ്റ്സ് മൈ കോൾ. എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ പിറ്റി ദാറ്റ് യു ഹാവ് നോ ചോയ്സ്. സോ കാച്ച് യു സൂൺ. നീ വിട്ടോ. ഐ ഗോട്ട് ടു സീ സംവൺ. യെസ്. നീ എന്താ ഇവിടെ? ആരായിരുന്നു സാർ അവർ? ആര്? സാറിനെ അറ്റാക്ക് ചെയ്യാൻ വന്നവർ. ഓ അതോ, ഇതിന്റെ കൊച്ചിയല്ല, ബാങ്കോക്കാ. ഇവിടെ എന്നെപ്പോലൊരു കച്ചവടക്കാരന് ഓരോ ദിവസവും ആരുടെയൊക്കെയോ ഉന്നം തെറ്റില്ല സാവി. സാറ് പോലീസിനെ അറിയിച്ചു? ഇല്ല. സാറ് സത്യത്തിൽ ആരാണ്? നിങ്ങളെ പറ്റി വ്യക്തമായി പിടികിട്ടുന്നില്ല. പ്രേമിനെ കൊല്ലാൻ എന്നോട് പറയുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഡോണ്ട് ക്രോസ് ലിമിറ്റ്സ് സാവി. നിന്നെ ഏൽപ്പിച്ച ജോലി നാവടക്കി ചെയ്യാൻ നോക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ റെസ്ക്യൂ ചെയ്തില്ലേ? അതെന്നെ ഏൽപ്പിച്ച ജോലിയാണോ? എന്നെ രക്ഷിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞത്. നീ പോയി എൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രേമിനെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള കോൾ. ഗോ. Hi. Hey, what's up? I thought you wouldn't come. കുറെ ആയില്ലേ തന്റെ കോൾസും ടെക്സ്റ്റും. Kind of chasing me like crazy. എന്താ കാര്യം എന്നറിയാനാ വന്നത്. Come, let's sit. Hey, Susan, come on. Let's go somewhere else. മറ്റാരും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത എവിടെയെങ്കിലും. Man, that's blunt. പറ, എവിടെ പോണം? Wherever you say. Okay, my apartment is fine. Fine, I mean, perfect. Let's go. Welcome to my den. Den? You have got quite a place, darling. Wow. Want a drink? Not a drink. Then what? Hey, you. That's fast. Yeah. I'm pretty fast, darling.
Okay. Give me a minute, honey. Let me have a wash. Cool. Hey, Savvy, wake up. Look, what I've brought. Your favorite dish. Hey, എന്ത് പറ്റി? ഒന്നുമില്ല. ഓ കമോൺ, പറയടോ. മമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്ത് പറ്റി? ഷുഗർ ഡൗൺ ആയി തല കറങ്ങി വീണു. ഞാൻ എൻ്റെ മമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു സമയന്താ. ഐ മിസ് ഹർ എ ലോട്ട് ആൻഡ് ഐ എം ഫീലിംഗ് ഹെവി. ഞാൻ നിന്നെ എൻ്റെ മമ്മയെ പോലെ വിശ്വസിച്ചോട്ടെ. ഐ വാണ്ട് ടു സേ സംതിങ്. ഞാനിവിടെ വന്നത് റാംമോഹൻ്റെ എംപ്ലോയി ആവാനല്ല. എൻ്റെ വരവിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരാളെ കൊല്ലാൻ, പണത്തിന് വേണ്ടി, അതും നമ്മുടെ പ്രേമിനെ. ബട്ട് ഐ കാണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നൗ. എനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്നും ചെയ്യുമായിരുന്നു. റാംമോഹൻ എന്നെ ചതിച്ചതാ. നിവർത്തിയില്ലാതെ അയാളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ 2 കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. റാംമോഹനെ പറ്റിച്ച് ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടെത്തണം. എല്ലാം കലങ്ങി തെളിയുമ്പോൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് അവസാനിപ്പിച്ച് മമ്മയുമായി സുഖമായി ജീവിക്കണം. ഇതൊരു കൺഫെഷനൊന്നുമല്ല. നിന്നോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. ഐ ഫീൽ റിലീവ്ഡ്. ഓ, ഡിഷ് ഓഫ് ലവ്. ഇറ്റ്സ് പോയ്സൺ. It's poison. സാവി എപ്പോഴും പറയാറില്ലേ, സാവിക്ക് മമ്മ മാത്രമേ ഉള്ളൂന്ന്. എനിക്കും അതുപോലെ ആകെയുള്ളത് എൻ്റെ പപ്പയ. ഇപ്പോൾ UAE ജയിലിൽ ഒരു മർഡർ കേസിൽ വധശിക്ഷ കാത്തുകിടക്കിയ പപ്പ. വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് $1 മില്യൺ നഷ്ടപരിഹാരമായി നൽകണം. എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോഴാണ് ഞാൻ റാംമോഹനെ പരിചയപ്പെടുന്നത്. UAE എന്നെ അയാൾ ബാങ്കോക്കിലേക്ക് വിളിച്ചു വരുത്തി. എനിക്ക് വേണ്ട പണം തരാമെന്ന് അയാൾ ഉറപ്പ് നൽകി. പകരം അയാൾക്ക് വേണ്ടി ഞാൻ ഒരാളെ കൊല്ലണം. ഞാൻ പറഞ്ഞല്ലോ സമന്ത, ദിസ് ഇസ് എ ഫെയർ ഡീൽ. നിനക്ക് വേണ്ടത് പണമാണ്. നിന്റെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എനിക്ക് വേണ്ടത് നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ ജീവനം. നീ എനിക്ക് അത് തരുന്നു, ഞാൻ നിനക്ക് പണവും. അഗ്രീഡ്? അഗ്രീഡ്. അത് സമ്മതിക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. നിങ്ങളെ രണ്ടാളെയും ഒരുപോലെ ആകർഷിച്ചു നിർത്തി. ഒടുവിൽ ഒരാളെ ഇല്ലാതാക്കാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഇന്നലെ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടാർഗറ്റ് സാവിയാണ്, ഇനി ഒട്ടും വൈകിക്കണ്ട എന്ന്. സാവിയുടെ കൊലപാതകത്തിൻ്റെ പേരിൽ പ്രേം പിടിയിലാവാൻ വേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഐ എം സോറി ഫോർ ദ ബിട്രയൽ. ബിട്രയൽ? നീ മാത്രമല്ല അത് ചെയ്തത്, ഞാൻ ചെയ്തതും അത് തന്നെയല്ലേ. റാംമോഹൻ, അയാളുടേത് വല്ലാത്തൊരു ഗെയിം പ്ലാനാണ്. നിനക്ക് ടാർഗറ്റ് ഞങ്ങളിൽ ഒരാൾ, എനിക്ക് പ്രേം. അപ്പോൾ പ്രേമിന്? ഞാൻ. സംശയമുണ്ടോ? പക്ഷെ എന്തിന്? അതറിഞ്ഞേ പറ്റൂ. റാംമോഹൻ, സത്യത്തിൽ അയാൾ ആരാണ്, എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് പ്രേമിനെ കാണണം, അവനോട് എല്ലാം പറയണം.